ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ജിഷ്ണു. സ്ഥലം കോട്ടയം ജില്ലയിൽ വൈക്കമാണ്. കോട്ടയം ജില്ലയിലെ തന്നെ കല്ലറ എന്നും അതേപോലെ തന്നെ കോട്ടയം ജില്ലയിലെ തന്നെ വൈക്കത്തോട്ടും കൂടിയായി മുണ്ടാർ ഭാഗത്തു നിന്നൊരു ഉൾവഴിയുണ്ട്. 9 കിലോമീറ്ററോളം നീളത്തിലുള്ള ഉൾവഴിയിലെ കുറച്ച് ഗ്രാമീണ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. കല്ലറ പഞ്ചായത്തിലെ മുണ്ടാർ 1-ാം വാർഡിൽ എത്തിയിട്ടുണ്ട്. വണ്ടി വെച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ ഒരു ഓട്ടോയാണ് റോഡ് സൈഡിൽ കിടക്കുന്നത്. പൊടി പിടിച്ച് പഴകി കിടക്കുവാണ്. കംപ്ലൈൻ്റായി കിടക്കണതാണോ എന്തോ പറ്റിയാന്നറിയാൻ മേല. പാടം ഉഴുത് കഴിഞ്ഞ് കിടക്കുന്ന 2 ട്രാക്ടർ ഇവിടെ പാടത്ത് കിടപ്പുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഫൈബർ വെള്ളം കിടപ്പുണ്ട്. പണ്ട് താറാവിനെ ഇതിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണെന്ന് തോന്നുന്നു വെള്ളപ്പൊക്ക സമയത്ത്. നല്ല വെയിലാണ്. റോഡ് ചുറ്റും പാടാണ്. നടുക്ക് ഒറ്റ റോഡാണ്. മരങ്ങളൊക്കെ കുറവാണ്. ആൾത്താമസമില്ലാത്ത വീടുകൾ ഇഷ്ടം പോലെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതല്ലാണ്ട് വേറെയും കുറേ വീടുകൾ ആൾത്താമസമില്ലാണ്ട് കിടപ്പുണ്ട്. പാടത്തിൻ്റെ സൈഡിൽ ചിറയിൽ കർഷകൻ കപ്പ നട്ടേക്കുന്നതാണ്. നിറച്ച കപ്പയാണ് കൃഷി ചെയ്തേക്കുന്നത് ഈ ഭാഗത്ത്. വരമ്പിലൂടെ മുന്നോട്ട് നടന്നു പോവാണ്. മനോഹരമായ വേറെ എന്തെങ്കിലും കാഴ്ചകളിലൂടെ ഉണ്ടാകുന്നതെന്ന് നോക്കാം. വരമ്പിൻ്റെ നേരെ അക്കരെ കാണുന്ന ഒരൊറ്റ വീടാണ്. അടുത്ത് വേറെ വീടും കാര്യങ്ങളൊന്നുമില്ല. ഒരു വള്ളം കിടപ്പുണ്ട്. വള്ളത്തേൽ അവരെങ്ങോട്ടെങ്കിലും പോകുന്നത്. വഴിയിലോട്ടിറങ്ങണമെങ്കിൽ കുറച്ച് നടക്കണം. ഒരു അമ്മൂമ്മ ഫ്രണ്ടിൽ കസേരയിട്ടിരുന്ന് ഉറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ മൂവാണ്ടമാവ്, മറ്റു മാവ് അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. മൂവാണ്ടമാവാണ് ഈ കാണുന്നത്. വീട്ടിൽ മാങ്ങ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. നമുക്ക് കൈ കൊണ്ട് തന്നെ പറിക്കാം. താഴത്ത് തന്നെയാണ് കിടക്കുന്നത്. മാങ്ങ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ വരമ്പത്ത് എല്ലായിടത്തും ഉണ്ട് മാങ്ങ. അതുപോലെ തന്നെ ഇവിടെ എല്ലായിടത്തും കണിക്കൊന്ന ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊരാളില്ലാത്ത വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ കണിക്കൊന്ന കാണുന്നത്. നമ്മൾ വിഷു സമയത്താണെങ്കിലും കൂടുതൽ ആൾക്കാർ പൈസ കൊടുത്താണ് മേടിക്കുന്നത്. മരത്തിലുണ്ടാകണമെല്ലാം ഓരോരുത്തർ പറിച്ചുകൊണ്ട് പോകും. കൂടുതലും കിട്ടാൻ പാടാണ്. അത്യാവശ്യം വിലക്കാണ് ഓരോരുത്തർ വിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചെത്തി, ചെമ്പരത്തി അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഉണ്ട്. വെറൈറ്റി പൂവൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഒരു ആറ്റക്കിളിയുടെ കൂട് കെട്ടി തൂക്കിയിട്ടേക്കുന്നതാണ് താഴെ തൂക്കുന്നത്. ഇത് ആൾത്താമസമുള്ള വീടാണ്. ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട്. നല്ല അടിപൊളി ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട് വീട്ടിൽ. വേറൊരു കാഴ്ച കാണിച്ചു തരാൻ കേട്ടോ. കൂട്ടിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഉച്ചവെയിലിന് നല്ല സുഖം ഉറക്കം ഉറങ്ങുവാണ്. ഇതിപ്പോൾ എന്നെ കണ്ടപ്പോൾ വാലാട്ടണുണ്ട്. എന്നെ കണ്ട് നല്ല ഉറക്കമാണ് ആൾ. ചെത്തി ഇഷ്ടം പോലെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. എല്ലാ വീടുകളിലും ആൾത്താമസമുള്ളതും താമസമില്ലാത്ത എല്ലാ വീടുകളുടെ ഫ്രണ്ടിൽ ചെത്തിപ്പൂ ഇഷ്ടം പോലെ ഉണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മുറ്റത്ത് സോളാർ വെച്ചിട്ടുണ്ട്. പച്ചക്കറി ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട്. അതേപോലെ തേങ്ങ വെട്ടി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പച്ചക്കറി ചീരയുണ്ട്, പച്ചച്ചീരയുണ്ട്, ചുമലച്ചീരയുണ്ട്, പയറുണ്ട്. അങ്ങനെ കുറേ പച്ചക്കറി ഐറ്റംസ് ഇവിടെ നട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് കൂടുതൽ കുറേയൊക്കെ കൊണ്ട് ചന്തയിൽ കുടിക്കുകയും ചെയ്യും. കറി വെക്കാനും ഇതിനൊക്കെ ആയിട്ട് എടുക്കും. അത്യാവശ്യം പച്ചക്കറി ഉണ്ട് ഇവിടെ. ചീര നനയ്ക്കാനായിട്ട് അവിടെ മോട്ടറും ഓട്ടോമാറ്റിക് പൈപ്പും കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോവൽ കൃഷി ചെയ്തേക്കുന്ന കാഴ്ചയാണ്. നല്ല ഭംഗിയുണ്ട് കിടക്കാൻ. ഇഷ്ടംപോലെ കോവയ്ക്ക കിടപ്പുണ്ട് ഇതിനകത്ത്. ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അത് അത്യാവശ്യം വലിയൊരു തോട്ടമാണ് കോവയ്ക്കത്തോട്ടം. നീളത്തി പന്തൽ പോലെ പടർത്തിയേക്കുമാണ്. നല്ല ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പച്ചക്കറികളാണ്. നമ്മൾ കടയിൽ നിന്ന് ഇതൊക്കെ മേടിക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് നട്ട് നല്ല വളങ്ങളൊക്കെ ഇട്ട് നട്ട് നല്ല ഗുണമുള്ള പച്ചക്കറികളാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മുന്നോട്ട് കൂടി പോയി കഴിഞ്ഞാൽ ഒരു കടയുണ്ടെന്നാണ് ഒരു ചേട്ടൻ പറഞ്ഞത്. നല്ല വെയിലാണ് ഈ ഭാഗം മൊത്തം. 2 ചെറിയ മരം നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ അടിയിലാണ് ഒരു ചെറിയൊരു തണൽ കാണുന്നത്. തണുത്ത മധുരം. ഈ പ്രദേശത്ത് ഈ ഒറ്റൊരു കട മാത്രമല്ല കേട്ടോ. എന്തായാലും ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ചേട്ടന്മാരോട് കാര്യം ചോദിക്കാം. ഇത് കല്ലറ പഞ്ചായത്ത് തന്നെയാണ്. മുണ്ടാറാണ് ശരിക്കും സ്ഥലം. ചായ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. വഴിയുടെ ഒന്നും ആയില്ല ഇവിടെ. എന്തായാലും വണ്ടി എടുത്ത് മുന്നോട്ട് പോവാണ്. അവിടെ ഒരു അമ്പലം പോലെ കാണുന്നുണ്ട്. എന്നാന്ന് നോക്കാം. റോഡ് സൈഡിൽ തന്നെ ഒരു നേർച്ചക്കുറ്റി ഇരിപ്പുണ്ട്. ഗുരുദേവൻ്റെ ഒരു ഗുരുമന്ദിരമാണിത്. അപ്പോൾ ഇവിടെ അടുത്ത് വെച്ചൊരു ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതൊരു ഗുരുമന്ദിരമെന്നാണ് പറഞ്ഞത്. റോഡിന് നടുക്കുകൂടി ഒരാൾ പോകണമല്ല, ക്രോസ് ചെയ്ത് പോകുകയാണ്. ഈ ഭാഗത്ത് ശരിക്കും രാത്രി നല്ല പേടി വരും കേട്ടോ. പകല് തന്നെ കുറച്ച് ഏരിയയൊക്കെ കണ്ട പേടി വരും. നമ്മളടുത്ത് ചെന്നപ്പോൾ ആൾ ഓടി അപ്പുറത്തെ സൈഡിലോട്ട് പോയി. കുടുംബമാണ്.
സ്ഥലം വിൽപ്പനയ്ക്കെന്നും പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആരെങ്കിലും വന്ന് സ്ഥലം മേടിക്കുമെന്ന് തന്നെ സംശയം. ഇത് കണ്ടോ, ഇത്രയും കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെയൊക്കെ ആരെങ്കിലും സ്ഥലം വന്ന് മേടിക്കുമെന്ന് സംശയമാണ്. എന്തിനു വെച്ചേക്കണമെന്ന് അറിയാമില്ല. ഇതിപ്പോൾ കുറേ വർഷമായി ഇരിക്കാൻ തുടങ്ങി കേട്ടോ ബോർഡ്. മനോഹരമായ ഒരു താമര കൃഷി കണ്ടോ. റോസ് താമരയും വെള്ളത്താമരയും കൂടി മിക്സഡ് ആയിട്ടാണ് വളർത്തിയേക്കുന്നത്. ഒരു ചേട്ടൻ മരുന്നടിക്കുന്നുണ്ട്. ഇനി പൂവുണ്ടാകാനുള്ളതാണോ എന്നറിയാൻ മേല. മുണ്ടാറുള്ളൊരു ചെറിയ ഷാപ്പാണ്. ഇവിടെ ചെത്തുകളിൽ അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ഫുഡും ഉണ്ട്. ഈ ഷാപ്പിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ അടുത്ത ദിവസം എടുക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് മുണ്ടാറത്തെ ഗ്രാമീണ കാഴ്ചകൾ. മുണ്ടാർ ഗ്രാമത്തിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളും കൃഷി സ്ഥലങ്ങളുമാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോയിൽ നല്ല രീതിയിൽ പോരായ്മ കാണും. പുതിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.